റമദാൻ വിരുന്ന് സംസം മന്തി റെസ്റ്റോറൻറ്റ് സ്പെഷ്യലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് കരാമയിലെ സംസം മന്തി റെസ്റ്റോറൻറ്റിലെ ഔട്ട്ലെറ്റിലാണ്. നമ്മുടെ ദുബായിൽ എത്തിയിട്ട് മന്തി വേണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നൊരു പേരുണ്ട്, സംസം. അതെ, ഇവരുടെ ആ ഒരു മന്തിയുടെ ആ ഒരു യുണീക്ക് ടേസ്റ്റും ഒക്കെയാണ് അതിനുള്ള പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റമദാൻ സ്പെഷ്യലിൽ സംസം മന്തിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് കരാമ ബ്രാഞ്ചിന്റെ മാനേജർ അരുണാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്തുകൊണ്ടാണ് സംസം മന്തി എന്ന് പറയുമ്പോൾ ഇത്ര യുണീക്ക് ആയിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറിയെന്നുള്ളത്. ഇപ്പോൾ കരാമയിലത് ആക്ച്വലി ഇവിടുത്തെ ആദ്യത്തെ ബ്രാഞ്ചാണ് അല്ലേ? സംസമിന്റെ ഫസ്റ്റ് ബ്രാഞ്ചാണ്. എത്ര വർഷമായി ഈ ഒരു ബ്രാഞ്ച്? ഫിനിഷ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്. 2008 സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ. നമ്മളിപ്പോൾ 10 ഔട്ട്ലെറ്റുകൾ മറ്റ് യുഎയിൽ ഒത്തിരി സ്ഥലത്തുണ്ട്. മന്തി എന്നൊരു നമ്മൾ യുഎയിൽ വന്നിട്ട് ആരോടെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയുന്ന പേരാണ് സംസം എന്നുള്ളത്. അങ്ങനെ ഒരു പേരാക്കി മാറ്റിയെടുത്തതിന്റെ ആ ഒരു കാര്യം എന്ന് പറയാം. നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിയും കസ്റ്റമറോടുള്ള സർവീസ്, ഹോസ്പിറ്റാലിറ്റി നമ്മൾ ഏകദേശം 15 വർഷമായിട്ട് അതേ രീതിയിൽ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നോമ്പിന്റെ ടൈമാണ്. നോമ്പ് ടൈമിൽ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് നിങ്ങൾ കൊടുക്കുന്നത്? സ്പെഷ്യൽ നമ്മൾ നോമ്പ് തുറേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 10 ദിർഹംസ് മുതലുണ്ട്. ഒരു സാധാരണക്കാരന് വാങ്ങുന്ന രീതിയിലുള്ള നമ്മുടെ 10 ദിർഹംസ് മുതൽ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ്. 10 ദിർഹംസ് മുതൽ സ്പെഷ്യൽ പാക്കേജുകളുണ്ട്. ചിക്കൻ മട്ടൺ അങ്ങനത്തെ സ്പെഷ്യൽ പാക്കേജുകളുണ്ട്. 24 ദിർഹംസ് മുതൽ ചിക്കൻ്റെ ഐറ്റംസ് സ്പെഷ്യൽ. അതിൻ്റെ കൂടെ ഇഫ്താറിൻ്റെ സെറ്റുകളെല്ലാം, ഫ്രൂട്ട്സ്, സ്നാക്സ് എല്ലാം കൂടെ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. സത്യത്തിൽ നമ്മൾ സംസമിൻ്റെ ഏതൊരു ബ്രാഞ്ച് ചെന്നാലും എപ്പോഴും ഒത്തിരി ക്രൗഡഡ് ആണ്. പിന്നെ ഇഫ്താറിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡുള്ള ഒരു ടൈമാണ് ഇപ്പോഴും. സ്പെഷ്യൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മൾ റേറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? റേറ്റ് കുറച്ച് സാധാരണക്കാർ ഒരാൾക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റിയാണ് 10 ദിർഹംസിന് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ്, വേണ്ട വെള്ളം, ലബനപ്പ്, എല്ലാ ഐറ്റംസും അതിൻ്റെ കൂടെ ഉണ്ടാവും. 10 ദിർഹംസിന് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. സ്പെഷ്യൽ പാക്കേജുകളുണ്ട് ഇഫ്താറിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ അത് കസ്റ്റമർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്ന സ്പെഷ്യൽ പാക്കേജുകളും ഉണ്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഹോം ഡെലിവറി ഓഫ് കോഴ്സ് എല്ലാം ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? സംസമിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ദുബായ് ഫ്രെയിമിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവരുടെ ഈ ഒരു സംസം മന്തി. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാനും എളുപ്പമാണ്, അവിടേക്ക് വരുന്ന ആളുകളും ഇങ്ങോട്ട് വരുന്നതെന്നുള്ളതാണ്. മെയിൻലി ഒരു എന്താ പറയുക, ഒരു ലൊക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ മെയിൻലി ആയിട്ട് പറയാനുള്ളത് ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ ദുബായ് ഫ്രെയിമിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ മെയിൻ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ചിക്കനിലാണോ അല്ലെങ്കിൽ മട്ടനിലാണോ? ഏതാ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്? ടേസ്റ്റി ആയിട്ട് വരുന്നത് വെച്ചാൽ മട്ടനിലാണ്. ഡിപ്പെൻഡ്സ് ഓൺ കസ്റ്റമർ. മട്ടൻ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണ് മട്ടനോട് ഒരുപാട് ഇഷ്ടം. നമ്മൾ മട്ടനിലാണ് സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത്. മട്ടൻ മന്തി. നമ്മൾ മട്ടൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ മട്ടനാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ മട്ടനാണ് യൂസ് ചെയ്യുന്നത്. കസ്റ്റമർ റിവ്യൂ ടൈമാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു മലയാളി ഫാമിലി ഇവിടെ വെയിറ്റിംഗ് ആണ്. അവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. എനിവേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അവരുടെ ആ ഒരു ട്രൂലി ആ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. ഹായ് സർ, ഗുഡ് ഈവനിങ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എണീക്കാൻ പറ്റുന്നില്ല. നാട്ടിലെവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ. അപ്പോൾ സംസമിന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണോ അതോ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ ചോദിക്കാൻ പറ്റിയ ടീമിനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണ് സംസം. ഏതാണ്, ചിക്കൻ ആണോ മട്ടൺ ആണോ ഓർഡർ ചെയ്തത്? മട്ടനും ഫിഷ് മന്തിയും കഴിച്ചു. മട്ടനും ഫിഷ് മന്തിയും കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് മന്തിയിലെ രണ്ടിന്റെയും ഡിഫറെന്റ് ആയിട്ട് പറയും? ഞങ്ങളിപ്പോ മന്തി ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നത്. ഓക്കെ. എങ്ങനെയുണ്ട്? എല്ലാ ദിവസവും അത് കഴിക്കേണ്ടി വരുന്നതെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഇഷ്ടമായി. അത് ഫ്ലേവർ അതിന്റെ ജ്യൂസസ് ഒക്കെ അതിൻ്റെ അകത്തേക്ക് റൈസിലേക്ക് വന്നിട്ട് അമേസിംഗ് ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയും സ്വീറ്റ്സും ഒക്കെ ഇഷ്ടമായി. അതെ, ഇവിടുത്തെ ജ്യൂസ് മുതൽ ഈ ചായ വരെ ഹാൻഡ്സ് ഡൗൺ അമേസിംഗ് ടേസ്റ്റ്. ഇവിടെ സംസമിനെ പറ്റി കുറേ ഞങ്ങൾ റിവ്യൂസ് ഒക്കെ കണ്ടു. ഓൺലൈൻ കണ്ട റിവ്യൂസിനെക്കാട്ടും ബെറ്റർ ആണ് ഇവിടെ വന്ന് കഴിച്ച എക്സ്പീരിയൻസ്. ഇവിടെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ, വെയിറ്റേഴ്സ് എല്ലാവരും
വെരി നൈസ് പീപ്പിൾ, ഗുഡ് എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു. ഇനി ഒരാളോട് ചോദിക്കാനുണ്ട്. ചേട്ടൻ ഓൾറെഡി റിവ്യൂ പറഞ്ഞു. റിവ്യൂ കേട്ടിട്ട് എനിക്ക് സന്തോഷമായി. കാരണം ഫസ്റ്റ് ആദ്യമായിട്ട് മന്തി കഴിക്കുന്നു എന്ന് പറഞ്ഞു. സംസമിൽ ആദ്യമായിട്ട് വന്ന ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഇത്രയും നല്ല റിവ്യൂ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ ഇനി ചേച്ചിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു റിവ്യൂ എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഹസ്ബൻഡ് ഒരു കാര്യം പറഞ്ഞില്ല, ഭയങ്കര ഫുഡിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സാധനം ഇഷ്ടമായ പിന്നെ ഇറ്റ് ഹാസ് ടു ബി വേൾഡ് ക്ലാസ്. എനിക്ക് ഏറ്റവും ക്വാളിറ്റി, വെരി ഹൈ ക്വാളിറ്റി എന്ന് തോന്നി. മീറ്റ് ആൻഡ് എവറിത്തിങ്, ഫിഷ് എവറിത്തിങ്. മോളും ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിച്ചു. മോളും കഴിച്ചു, ഭയങ്കര ഇഷ്ടമായി. ഏറ്റവും ഭയങ്കര ക്രിട്ടിക് മോളാണ്. റൈറ്റ് അവേ റിജക്ട് ചെയ്യും ഫുഡ്. മോളിന് ഭയങ്കര ഇഷ്ടമായി. മോൾക്കും ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ, പേരെന്താണ്? ഡെസ്റ്റിന. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ചോദിക്കാനുള്ള ആ ഒരു സമയപരിമിതി മൂലം ഒന്ന് രണ്ട് പേരോട് ചോദിക്കുകയാണ്. ഡെസ്റ്റിൻ ഇവിടെ സ്ഥിരം കസ്റ്റമർ ആണോ? സ്ഥിരം കസ്റ്റമർ ആണ്. കരാമയിൽ തന്നെയാണോ താമസം? കരാമലല്ല, ഞങ്ങൾ ബർഷയിലാണ്. ബർഷയിൽ വരുന്നതാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഏതാണ്? ചിക്കൻ ആണോ മട്ടൺ ആണോ? ഞങ്ങൾക്ക് മട്ടനാണ്. മട്ടനാണ്. എല്ലാവർക്കും മട്ടൻ തന്നെയാണ് ഇഷ്ടം. എല്ലാവർക്കും മട്ടൻ മന്തിയാണ്. എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ് എന്താ? എന്തുകൊണ്ടാണ് സംസം മന്തി മറ്റു മന്തി ട്രൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താണ് ഇവരുടെ? മട്ടൻ നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ എന്തെങ്കിലും ഗെറ്റ് ടുഗതറോ പാർട്ടീസ് ആയിട്ട് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ ഇഫ്താർ നമ്മളിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇന്ന് വന്നതാണ് ഇവിടെ. അതെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മട്ടൻ തന്നെയാണ് ഇഷ്ടം? മട്ടൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ ഇവിടുത്തെ ഡെസേർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർഡർ ചെയ്യുന്നൊരു ഡിഷ് തന്നെയാണ് ഈ കുനാഫ എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മുടെ മെനുവിൽ ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളിടത്തേക്കാളൊക്കെ ഫേവറേറ്റ് ആണ്. ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് നമുക്ക് ഇവിടെ ഫീൽ കിട്ടലുണ്ട്. നിങ്ങളെങ്ങനെ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാണോ? ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇഫ്താർ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയായിരിക്കും അല്ലേ? ഇതിപ്പോൾ ഇന്ന് ആദ്യമായിട്ടല്ല, ഇഫ്താറിന് തുടങ്ങിയിട്ട് ഇന്ന് ആദ്യമായിട്ടാണോ വരുന്നത്? അപ്പോൾ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ റമദാൻ വിരുന്ന് സംസം മന്തി സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.